ഈ വർഷത്തെ +2 സേ മാത്സ് തൂക്കി എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും നടന്ന എക്സാംസുകളിൽ ഏറ്റവും എളുപ്പമായിട്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റിയത് നമുക്ക് ഇതിനുള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് എക്സാമിന് ജയിക്കണമെന്ന് താല്പര്യത്തോടുകൂടി പഠിച്ചു പോയ ഏതൊരു കുട്ടിക്കും അടിപൊളിയായിട്ട് ജയിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് 30 മാർക്കിനുള്ള സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോ നമ്മുടെ പബ്ലിക് എക്സാമിനായിരുന്നെങ്കിൽ പിള്ളേർക്കെല്ലാം ഭയങ്കര മാർക്കായനെ. ഇപ്പോഴത്തെ രീതിയിലൊന്നും കുട്ടികൾ ഫെയിൽ പോലും ആവില്ലായിരുന്നു, മാർക്കും കുറയില്ലായിരുന്നു. അത് ഓരോ ക്വസ്റ്റ്യൻ സെറ്റിന്റെ വ്യത്യാസമായിരുന്നു. അപ്പൊ എനിക്കിത് പറയാനുള്ളത് നമുക്ക് ഏറ്റവും താഴേന്ന് ഏറ്റവും ബാക്കിന്ന് പറയാൻ പറ്റും. ഞാൻ എപ്പോഴും അവിടുന്ന് നമുക്ക് ഇതിനെ പഠിപ്പിക്കുന്ന രീതികൾ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം കൊടുത്ത് അങ്ങനെയായിരുന്നു. നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗിലായിരുന്നു. അവിടെ മാക്സിമൈസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കും ഒന്നും പോകാതെ കിട്ടാനുള്ള എല്ലാ വഴിയുള്ള സാധാരണ മനുഷ്യനായിരുന്നു കേട്ടോ. സാധാരണ ക്വസ്റ്റ്യൻ. അപ്പൊ 6 മാർക്ക്. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. അതിനകത്തും ഒരു കുഴപ്പമില്ല, നേരിട്ടായിരുന്നു. അപ്പം 1/2 മാർക്ക് പോലും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒത്തിരി ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ 12 മാർക്ക്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്റഗ്രേഷൻ വിട്ടേര്, എന്തിനാ ഇന്റഗ്രേഷൻ നോക്കുന്നത്? 17ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് xy + 2x sin y നമ്മുടെ ഇംപ്ലിസിറ്റ് മറ്റേത് ഭയങ്കര ഫേമസ് ക്വസ്റ്റ്യൻ തന്നെ കയറി വന്നേക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യനിലെ എ എന്ന് പറഞ്ഞ പാർട്ടിന്റെ 2ാമത്തേത് x = a × θ - sin θ × y ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് 2 മാർക്ക് 4 മാർക്ക് കിട്ടും. 3ാമത്തെ വിട്ടേര്, അതിന്റെ ബി പാർട്ട് വിട്ടേര്. ഇവിടെ 2 മാർക്ക് 3 മാർക്ക് കിട്ടിയാൽ 6 6 12 3 15 മാർക്ക് ആ 3 ക്വസ്റ്റ്യൻ നിന്നും കിട്ടി നടത്തും. പിന്നെ നമുക്ക് കിട്ടുന്നത് 16ാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ട്. അത് ബേസ് തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ജയിച്ചു കേട്ടോ. ജയിക്കാനുള്ള എല്ലായും 3 മാർക്കുണ്ട്. 15 3 18 മാർക്ക്. പിന്നെ നമുക്ക് അവിടെ ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 15ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ കൂടുതൽ എന്തോ ഡയറക്റ്റ് ഇനി വരാനാണ് അല്ലേ. അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യനില് പിന്നെ പെർപെൻഡിക്കുലർ എന്നുള്ളത് a.b 0. ബാക്കിയൊക്കെ വിട്ടേ, നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ വിടാനുള്ള സംഭവം. 12ാമത്തെ വിടരുത്. 12 അയ്യോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ ഓഫ് സർക്കിൾ x² + y² = 25. അത് ഡയറക്റ്റ്. എത്രയോ മാർക്കായി തന്നെ ഇപ്പം 20 മേളിലായിട്ടുണ്ട്. 23 22 മാർക്കൊക്കെ ആയിട്ടുണ്ട്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. കിടക്കട 3 മാർക്ക് കൊണ്ട് കൊണ്ടുപോകടാ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്രയായി? 25 മേളിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് P(a) പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ, പ്രൊജക്ഷന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൽ കൂടി എന്ത് വരണമെന്നാണ് നമുക്കൊരു സേ എക്സാമിന്. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ എക്സാമിന് ജയിക്കണമെന്ന് നല്ല മാർക്ക് കിട്ടണം അത്യാവശ്യമുള്ളവർക്ക് ഇതുപോലെ. പിന്നെ കൂടുതൽ പഠിക്കുന്നവർക്ക് 40 എത്താനുള്ള വഴിയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതുപോലൊരു സന്തോഷം നമുക്ക് നല്ല. കാരണം കുട്ടികൾക്ക് വളരെ ടെൻഷനുള്ള ഒരു എക്സാം ആണ്. കാരണം ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇനിയും 1 ഇയർ പോകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനുള്ള എല്ലാ വഴിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തവർക്ക് നന്നാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം ഇതേപോലെ ഇനി ഈസി ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ വരുമെന്ന് ഇനിയും നിങ്ങൾ എഴുതാൻ പോകുന്നവർക്ക്, ഇനിയും ആരെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തന്നെ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇതിൽ കൂടുതൽ ഒരു ഈസിനെസ് ഒരു ക്വസ്റ്റ്യൻ വരാൻ വേണ്ട. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിസൾട്ട് വരുന്നതും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ചാനൽ കൂടെ കൃത്യമായിട്ട് കിട്ടും. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.